ഹലോ ഗായ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7ാമത്തെ എപ്പിസോഡാണ് ടീച്ച് യു ലെസൺ സീരീസിന്റെ. കിടിലൻ എപ്പിസോഡാണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ നോക്കുക. ഈ വീഡിയോയ്ക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കണം വെറും 30 ലൈക്കാണ്. സോ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് കഥയിലോട്ട് പോവാം. അങ്ങനെ കഥ തുടങ്ങുന്നത് 6ാമത്തെ എപ്പിസോഡിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ആ കുത്തു കിട്ടിയ പയ്യൻ നമ്മുടെ മൊരടൻ ചെറുക്കനല്ലായിരുന്നു. ആ പണ്ട് നമ്മുടെ ഹാജിരണ്ണന്റെ ഭാര്യനെ കൊന്ന സെയിം ചെറുക്കൻ്റെ തന്നെയാണ് കുത്തു കിട്ടിയത്. അവനാണെങ്കിൽ ഹാജിരണ്ണന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നല്ലൊരു മിസ്സായിരുന്നു, എന്നോട് ക്ഷമിക്കണം, ഞാൻ മരിക്കുന്നവരെ ഇത് ഓർത്ത് വിഷമിച്ചുകൊണ്ടായിരിക്കുള്ളൂ, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ ഹാജിരൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അപ്പൊ ഈ ചെറുക്കൻ അവിടെ നിന്ന് മുട്ടൊക്കെ തടവി എണീറ്റ് ഇതൊക്കെ ഒരു അഭിനയമായിരുന്നു എന്ന പോലെ നിൽക്കുന്നു. അവനൊരു ചെറ്റാണെന്ന് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ കഥ തുടങ്ങുമ്പോൾ ചീഫും നമ്മുടെ ഹാജിരണ്ണനും കാറി പോവാണ്. എന്നിട്ട് പറയാണ്, നീ ഒരു സൈക്കോപാത്തായി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുത്തിയിട്ട് ഇപ്പൊ നീ പോയി ആ ചെറുക്കനെ രക്ഷിച്ചേനെന്നൊക്കെ. അങ്ങനെ ഇവര് സംസാരിച്ച് പോയി ഓഫീസിലെത്തുന്നു. അപ്പോ ഒരു ചെറുക്കന്റെ അച്ഛൻ കുറെ കരഞ്ഞുകൊണ്ട് കുറെ ഫയൽസ് ഒക്കെ ആയിട്ട് ഓഫീസിലോട്ട് വരുന്നു. സാർ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ കാര്യം ചോദിച്ചറിയാണ്. അപ്പൊ ആ പുള്ളി പറയുന്നു, എന്റെ മോനൊരു മണ്ടനാണ്. എന്നിട്ട് പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. പുള്ളി ഓഫീസിലിരിക്കുമ്പോൾ ഒരു കോള് വരുന്നു. ഈ അച്ഛനെ കുറെ ചീത്ത പറയുന്നു, തന്റെ മോൻ എത്ര പൈസ കടം വാങ്ങിക്കണേന്ന് അറിയുന്നൊക്കെ. എന്നിട്ട് വീട്ടിൽ വന്ന് ചെറുക്കനോട് ചോദിക്കുമ്പോൾ പറയാണ്, ഞാൻ ഒരു മൊബൈലില് ഒരു ഗെയിം കളിച്ച് അങ്ങനെ പൈസ ആയതാണ്. അപ്പൊ ചോദിക്കുമ്പോൾ എത്രയാന്ന് ചോദിക്കുമ്പോൾ പറയുന്നു 85 മില്യൺ. അപ്പൊ അച്ഛൻ കുറെ ചീത്ത പറയണ്ട് ചെറുക്കന്. എന്നിട്ട് എന്ത് നല്ല പേരൻസ് ആണെന്ന് അറിയോ, അവര് ആ പൈസ മൊത്തം കടമൊക്കെ തീർക്കുന്നു, 85 മില്യണും. എന്നിട്ട് പറയുന്നു, ഇനി ഒരിക്കലും ഇതിലോട്ട് പോകരുത്, ഗെയിം കളിക്കരുത്, പൈസ കളയരുത് എന്നൊക്കെ. എന്നിട്ട് ആ പയ്യൻ പഠിക്കാതിരിക്കുന്നു. എന്നിട്ട് പിന്നെയും ആ ആപ്പിൽ നിന്ന് മെസ്സേജ് വരുന്നു, ഇവൻ പിന്നെ അതിലോട്ട് കയറുന്നു. ഇങ്ങനെ ഒരു മൊണ്ണ. അങ്ങനെ ആ പൈസ അവർ കിട്ടുന്നു. എന്നിട്ടും ചെറുക്കൻ്റെ സൂക്കേട് മാറുന്നില്ല. പിന്നെ അവൻ അടുത്ത ഫോൺ ഏതോ പയ്യൻ കൊടുത്തിട്ട് പിന്നെ അവൻ അത് കളിച്ച് പിന്നെയും പൈസ നശിപ്പിക്കുന്നു. എന്നിട്ട് അച്ഛൻ്റെ ഓഫീസിൽ വന്നിട്ട് ഒരുത്തിന് അച്ഛൻ്റെ മോന്തക്കിട്ട് കുറെ അടിയും വെച്ച് കൊടുത്ത് അങ്ങനെ പാവം അവസാനം ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു. ജോലി റിസൈൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ജോലി റിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് പൈസ കിട്ടുമല്ലോ, അതിനുവേണ്ടിയാണ് ജോലി വരെ കളയണത്. എന്നിട്ട് ആ അച്ഛൻ പറയുവാണ്, എൻ്റെ മോൻ വീട്ടിൽ നിന്ന് വരെ ഇറങ്ങിപ്പോയി, അവൻ ജീവനോടെ ഉണ്ടോയെന്നില്ല എനിക്കറിയില്ല എന്നൊക്കെ, രക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബോങ് ദേ ആ സ്കൂളിൽ ഒരു സ്റ്റുഡന്റ് ആയിട്ട് ജോയിൻ ചെയ്യാണ്. ഇപ്പൊ എന്ത് സ്കൂളിലെ പരിപാടി വന്നാലും ഇവൻ അവിടുത്തെ സ്റ്റുഡന്റ് ആവാനുള്ള ലുക്ക് ഉണ്ട്. അതുകൊണ്ട് ഇവൻ എപ്പോഴും സ്റ്റുഡന്റ് തന്നെ. ആ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും ഇതിനടിക്കാണ്, ഈ ഗാംബ്ലിംഗ് ഗെയിമിന്. അവരെല്ലാവരും എനിക്ക് 1 മില്യൺ അടിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു. അതൊക്കെ ബോങ് ദേ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ബോങ് ദയുടെ കണ്ണാടിയിൽ. എന്നിട്ട് ബോങ് ദേ ഓഫീസിലൊന്ന് പറയാണ്, ഗാംബ്ലിംഗ് കാരണം കുറെ വിഷയങ്ങളുണ്ട്, കുറെ പിള്ളേരെ ഇതിനടിക്കാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ചീഫ് പറയാണ്, ഇതിനെപ്പറ്റി എന്തായാലും നടപടി എടുത്തേ പറ്റൂ. അങ്ങനെ ഹാജിനണ്ണനും ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊരു പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് 1 മില്യൺ അടിച്ചു, 2 മില്യൺ അടിച്ചു എന്ന് പറഞ്ഞ് പിള്ളേരെ മോട്ടർ ആക്കിയിട്ടാണ് ഇവൻ ഈ പരിപാടിയിലോട്ട് കയറ്റുന്നത്. അങ്ങനെ നമ്മുടെ ബോങ് ദേനെ കൂടെ ഈ ആപ്പ് കയറ്റുവാണ്. പക്ഷെ ഇതൊക്കെ ബോങ് ദേയുടെ ഒരു പ്ലാൻ ആണല്ലോ. അങ്ങനെ ബോങ് ദേ പറയുന്നു, ഇതൊരു മാത്സ് റിലേറ്റഡ് ഗെയിമാണ്, സോ കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ പൈസ ഉണ്ടാക്കാന്ന് പറയുന്നു. അപ്പൊ ഹാജിം പറയുന്നു, എന്നാ നീ പൈസ ഉണ്ടാക്കുക. അപ്പൊ പറയും, പൈസ ഉണ്ടാക്കി കുഴപ്പമില്ലെന്ന് വെക്കുന്നു. ഒരു കുഴപ്പമില്ല, അതൊരു ബോണസ് ആയിട്ട് വെച്ചോളാൻ പറയുന്നു. അങ്ങനെ ബോങ് ദേയുടെ ഓർക്കൊക്കെ നഷ്ടപ്പെടുന്നു. കാരണം ഈ പൈസയുടെ കാര്യം ആലോചിക്കുമ്പോൾ അവനും പയ്യൊരു അഡിക്റ്റ് ആവാൻ തുടങ്ങാൻ പോകാൻ തോന്നുന്നു. അങ്ങനെ നമ്മുടെ ബോങ് ദേ രാത്രി മൊത്തം ഇരുന്ന് കളിക്കുന്നു. ആദ്യമൊക്കെ ജയിക്കണ്ടേനും പിന്നെ മൊത്തം തോൽക്കുന്നു. അങ്ങനെ തോറ്റു വരുന്ന ബോങ് ദേനോട് ഒരു പയ്യൻ പറയുന്നു, ഇത്ര ലോൺ വാങ്ങി കളിച്ചു കഴിഞ്ഞാൽ ഇത്ര അടച്ചാൽ മതിയല്ലോ, അപ്പൊ എളുപ്പമല്ലോ എന്ന് പറഞ്ഞ് ലോൺ വരെ ഇടിപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെ ഇങ്ങനെയാണ് പിള്ളേരെ പെടുത്തുന്നത്. ലോൺ എടുക്കും, അപ്പൊ 80% കൊടുക്കും. അങ്ങനെ ഓരോ ദിവസം വെച്ച് 3% എന്തോ പലിശയിട്ട് അങ്ങനെയാണ് പിള്ളേരെ കടത്തിലാക്കണതും. അങ്ങനെ അവസാനം ഓരോ അച്ഛന്മാരും കുടുങ്ങണതും. അങ്ങനെ ബോങ് ദേ ഓഫീസിൽ വന്നിരുന്ന് കരയുകയാണ്, ഇത്ര പൈസയൊക്കെ ചെലവ് വരും. ഇതായിരുന്നു ഹാജിന്റെയും പ്ലാൻ. എന്താ നടക്കണേന്നൊക്കെ ബോങ് ദേനെ വെച്ച് അറിയാൻ. അതിനാണ് ബോണസ് ആയിട്ട് എടുത്തോളാൻ പറഞ്ഞത്. അങ്ങനെ വേറെ നമ്പർ കൊടുക്കാൻ പറഞ്ഞത് ബോങ് ദേയുടെ അമ്മയെന്നും പറഞ്ഞ് ബോങ് ദേ കൊടുത്ത നമ്പർ ആനി ചേച്ചിയാണ്. അങ്ങനെ ലോൺ കൊടുത്തവന്മാരെ ആനി ചേച്ചിനെ വിളിക്കുവാണ്, ഇത്ര പൈസ 20 മില്യണോളം കെട്ടാനുണ്ട്, അത് കെട്ടില്ലെങ്കിൽ നാളെ 60,000 കൂട്ടി കെട്ടണം എന്നൊക്കെ. അപ്പൊ ആനി ചേച്ചി നല്ല തെറി പറഞ്ഞ് ആ കോള് കട്ടാക്കുന്നു. അങ്ങനെ ആനി ചേച്ചിനെ നോക്കാൻ ഏൽപ്പിച്ച് ബോങ് ദേ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുവാണ്. കാരണം എന്തായാലും ലോൺ കൊടുത്തവന്മാരെ ബോങ് ദേനെ പിടിക്കാൻ വരുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ ആനി ചേച്ചി ബോങ് ദേനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിശക്കണത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോണ തക്കത്തിന് കുറച്ച് പേര് വന്ന് ബോങ് ദേനെ തട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ ലോൺ കൊടുത്തവന്മാര് ഈ പിള്ളേരെ കൊണ്ട് മോഷണം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഇവരോട് കട കുത്തിപ്പൊളിച്ച് പൈസ എടുത്തുകൊണ്ട് വരാനൊക്കെ പറയുന്നു. ബോങ് ദേനെ പക്ഷെ ഈ കേസിൽ വിടുന്നില്ല. ബോങ് ദേനെ വേറെ എന്തിനു വേണ്ടി വെച്ചേക്കുവാണ് ഇവന്മാര്. അങ്ങനെ നമ്മുടെ ആനി ചേച്ചി പറയുന്നു, ഇതിനെല്ലാം കാരണം ഞാനാ, എന്റെ അശ്രദ്ധ കാരണം ബോങ് ദേനെ പിടിച്ചോണ്ട് പോയെന്നൊക്കെ. അപ്പൊ നമ്മുടെ ഹാജിനണ്ണം പറയുന്നു, നീ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കാണ്ട് നീ വർക്ക് ചെയ്യേ, അങ്ങനെ കണ്ടുപിടിച്ച് ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കുക. അങ്ങനെ ബോങ് ദേനെ കൊടുത്തിട്ട് ഒരു ഓഫീസിൽ കൊണ്ട്
കൊണ്ടിരുത്തുവാണ് ഈ കള്ളന്മാരൊക്കെ കൂടി. എന്നിട്ട് അവരോട് എല്ലാ പിള്ളേർക്കും ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറയുന്നു. അവിടെ കുറെ പിള്ളേരുണ്ട്. ഇവരാണ് ബോണസ് വന്നു അങ്ങനെയൊക്കെ പറഞ്ഞ പിള്ളേരെ അടിച്ചാക്കാൻ നോക്കണ ടീംസ്. അപ്പൊ ഇങ്ങനെയാണ് മെസ്സേജ് ഒക്കെ ഓരോ പിള്ളേരുടെ ഫോണിലോട്ട് ചെല്ലുന്നത്. അങ്ങനെ ബോങ്തെ നമ്മുടെ ഹാജിനണ്ണനെ മെസ്സേജ് അയക്കാൻ നോക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് പറയുന്നു ഇവിടെ ഫുള്ള് ക്യാമറ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ചെയ്യണൊക്കെ കാണാൻ പറ്റുന്നു. അപ്പോഴേക്കും ആ പയ്യനെ കുറെ പേര് വന്ന് നല്ല ഇടിയും വെച്ച് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഹാജിനണ്ണനും ആനിച്ചേച്ചിയും കൂടെ അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണുന്നില്ല. എന്നിട്ട് അവിടെ നോക്കുമ്പോഴാണ് വലിയൊരു ബിൽഡിംഗ് ആണ്. അപ്പൊ അവർക്ക് മനസ്സിലായി അവിടെ ആയിരിക്കും ബോങ്തേനെ എന്തായാലും കൊണ്ടിട്ടേക്കണേന്ന്. എന്നിട്ട് നമ്മുടെ ഹാജിനണ്ണനും ആനിച്ചേച്ചിയും കൂടെ ചെല്ലുവാണ്. ആനിച്ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര കലിപ്പാണ് ബോങ്തേനെ പിടിച്ചോണ്ട് പോയാൽ. അങ്ങനെ അവിടെ വെച്ച് കിടിലിന് ഇടി നടക്കുവാണ്. അങ്ങനെ കുറെ എപ്പിസോഡിന് ശേഷമാണ് കിടിലിന് ഇടിയുള്ള അടുത്തൊരു എപ്പിസോഡാണ്. ഇതിലാണ് ആനിച്ചേച്ചി മാത്രമല്ല ഹാജിനണ്ണന്റെ കിടിലൻ ഫൈറ്റ് സീക്വൻസ് ഉണ്ട് മൊത്തത്തിൽ. അങ്ങനെ ആനിച്ചേച്ചി എന്ന് ബോങ്തേനെ പോയി തപ്പി വെക്കണം ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ പിള്ളേരെയും കാണുന്നു. കുറച്ച് പിള്ളേരുണ്ടല്ലോ അവിടെ പിടിക്കപ്പെട്ട്, അവരെയും ഇവര് രക്ഷിക്കാൻ പോവാണ്. അങ്ങനെ ഹാജിനണ്ണൻ മേളിലെ നിലയിലേറ്റലാണ്. അവിടെ വെച്ചും കിടിലൻ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കീച്ചനിടി, പിന്നെ കത്തി വെച്ചൊരു ഐറ്റം ഒക്കെ ഉണ്ട്. കിടിലൻ ഇടി എന്ന് പറഞ്ഞാൽ കിടിലൻ ഇടിയാണ് അതൊക്കെ. ഈ ഇടിക്കൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ബോസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഇടിയൊക്കെ കിടന്നത്. നമ്മളെടുത്തപ്പോൾ ബോസ് ഭയങ്കര സെറ്റപ്പൊക്കെയാണ്. പക്ഷെ ബോസാണ് ഈ പേടിത്തൊണ്ടനായിട്ട് ഓടുവാണ്. എന്നിട്ട് ഹാജിനണ്ണൻ കുറച്ച് ഇടിയൊക്കെ വെച്ച് കൊടുക്കുവാണ് താഴെയിട്ട്. അങ്ങനെ ഹാജിനണ്ണൻ മെയിൻ ബോസിനോട് പറയുന്നു നിനക്ക് ഗെയിമൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, നമുക്ക് സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാം, സ്ക്വിഡ് ഗെയിം ഒക്കെ പോലെ. അപ്പൊ ജയിക്കുന്ന ആള് മറ്റേ ആളെ അടിക്കും, അങ്ങനെയാണ് നിയമം. അങ്ങനെ ബോസിന്റെ ആച്ചാലും പിച്ചാലും മോന്ത കുറ്റിയിട്ട് കുറെ അടിയങ്ങ് വെച്ച് കൊടുക്കുന്നു. ഇതിൽ എന്നാ കുഴപ്പമെന്ന് പറഞ്ഞാൽ ബോസിന്റെ ഒരു കൈ നമ്മുടെ ഹാജിനണ്ണൻ ഇടിയുടെ ഇടയ്ക്ക് ഒടിച്ചായിരുന്നു, മറ്റേ കയ്യിലാണ് ഈ ഹാജിനണ്ണൻ ചവിട്ടി പിടിച്ചേക്കുക. അപ്പൊ ബോസിന് എന്തായാലും അത് കളിക്കാൻ പറ്റില്ല. അപ്പൊ ബോസ് പറയാണ് ഞാൻ എന്തൊക്കെ ചെയ്താലും ഞാൻ തോക്കുള്ളൂ എന്ന്. അപ്പൊ പറയുന്നു ഇത് തന്നെ നീ ഇത്ര നാൾ പിള്ളേരോടും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞു കുറെ അടി പിന്നെ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ പോലീസ് നമ്മുടെ ബോസിനെ തൂക്കുവാണ്. അങ്ങനെ ആനിച്ചേച്ചിയും ബോങ്തേനെ കുറച്ച് ഫണ്ണി മൂമെന്റ്സ് ഒക്കെ ഉണ്ട്. ആനിച്ചേച്ചിയെ ചെറുതായിട്ടൊക്കെ ബോങ്തേനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണ് കഥയിൽ. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലോട്ട് ആ പയ്യന്റെ അച്ഛൻ വന്ന് നന്ദിയൊക്കെ പറയുന്നു ആ പയ്യനെ തിരിച്ചു കിട്ടിയതിൽ. എന്നിട്ട് നമ്മുടെ ഹാജിനണ്ണൻ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് ഈ തെറ്റ് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇനി ഒരിക്കലും ആവർത്തിക്കരുത്, അത് ഇതെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ പിള്ളേർക്ക് ഒരു ജോലിയൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ പിന്നെയും നല്ല പിള്ളേരാക്കാൻ വേണ്ടി ഹാജിനണ്ണൻ ശ്രമിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മിനിസ്റ്ററിനെയാണ്, പഴയ മിനിസ്റ്ററിനെ. പുള്ളി ഈ ഇലക്ഷനിൽ തോക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ERPB അത്ര കത്തി കയറിയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാള് ഈ പഴയ മിനിസ്റ്ററിനെ കാണാൻ വരുന്നത്. പുള്ളി വന്നിട്ട് പറയാണ് ERPBനെ പറ്റി കുറച്ച് ഇൻഫോർമേഷൻ പുള്ളിയുടെ കയ്യിലുണ്ടെന്ന്. എന്നിട്ട് കാണിക്കുന്ന ഈ പഴയ മിനിസ്റ്റർ ആ ഹാജിനണ്ണന്റെ ഭാര്യനെ കൊന്ന പയ്യനില്ലേ അവനെ കാണാൻ പോകുന്നതാണ്. അപ്പൊ രണ്ട് ചെറ്റകളും കൂടെ ഒരുമിച്ചിട്ടുണ്ട്. ഇനി എന്താ നടക്കണമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡ് വേഗം തന്നെ ഇടാം.